ചിറയൻകീഴ് SNDP യൂണിയന്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിന് ജയിലിന് പുറത്ത് സ്വീകരണം നൽകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ജയിലിലാകുന്ന സമയത്തും ഒക്കെ തന്നെ SNDP ആയിട്ടടക്കം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ് മണിച്ചൻ. ആ സമയത്ത് തിരുവനന്തപുരത്തെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മദ്യരാജാവ്, തിരുവനന്തപുരം റേഞ്ചും ചിറയൻകീഴ് റേഞ്ചും ഒക്കെ തന്നെ അടക്കി പാണിരുന്ന മദ്യരാജാവ് ഏതാണ്ട് ഒരു ബെൻസ് അടക്കം 38 വാഹനങ്ങൾ സ്വന്തമായിട്ടുണ്ട് എന്ന് അന്ന് തെളിവെടുപ്പിൽ കണ്ടെത്തിയ മദ്യരാജാവ് ആ രാജാവാണ് ഇപ്പോൾ 22 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത്. ജയിലിന് പുറത്ത് SNDP ഭാരവാഹികൾ, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ചിറയൻകീഴിൽ നിന്നുള്ള മറ്റ് സുഹൃത്തുക്കളൊക്കെ ചേർന്നാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണിച്ചൻ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഉണ്ടാകുമോ, അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. നോക്കാം. പ്രതികരണം ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ കാര്യമായിട്ടൊന്നും തന്നെ പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് രാഷ്ട്രീയമായും ചരിത്രപരമായും ഒക്കെ തന്നെ പ്രാധാന്യമുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റിലാകുന്ന സമയത്ത് രാഷ്ട്രീയമായി കൂടി വിവാദമായിരുന്ന ഒരു കേസായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് സമയത്ത് പോലീസ് കണ്ടെടുത്ത ഡയറിയിൽ ഇദ്ദേഹം സ്ഥിരമായി മാസപ്പടി നൽകിയിരുന്ന പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം പേരുണ്ട് എന്ന് പറയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സഹായിച്ച രാഷ്ട്രീയ നേതാക്കൾ, സഹായിച്ച മറ്റ് ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ളവരുടെയൊക്കെ പേരുകളടക്കമുണ്ട്. അതൊക്കെ തന്നെ അന്ന് രാഷ്ട്രീയമായി വലിയ വിവാദമായിരുന്നു. എന്നാൽ ജയിലിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു തരത്തിലുള്ള പ്രതികരണത്തിനും ഒരു വാക്ക് പോലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മണിച്ചൻ തയ്യാറായിട്ടില്ല. ഇനി നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. അതായത് ചിറയൻകീഴിനടുത്ത് ചാർക്കരയ്ക്ക് സമീപം പട്ടരുമഠം എന്ന പേരിലാണ് ഇവരുടെ കുടുംബ വീട് അറിയപ്പെടുന്നത്. ആ വീട്ടിലേക്ക് തന്നെയായിരിക്കും ഇപ്പോൾ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും കല്ലുവാതുക്കൽ മദ്യ ദുരന്തം നടന്ന് 31 പേരുടെ മരണത്തിനിടയാക്കി 6 പേരുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയ, ഒട്ടേറെ പേരെ തീരെ ദുരിതത്തിലേക്ക് തള്ളിയിട്ട കേരളം കണ്ട ഏറ്റവും വലിയ മദ്യ ദുരന്തം നടന്ന് ഇന്ന് 22 വർഷം തികയുന്ന ദിവസമാണ്. അതായത് 2000 ഒക്ടോബർ 21-നായിരുന്നു ആ വലിയ മദ്യദുരന്തം ഉണ്ടായത്. കല്ലുവാതുക്കൽ ഫൈറന്നീസയുടെ വിളമ്പി നൽകിയ ബാറിൽ നിന്നുള്ള മദ്യം കഴിച്ച് മീഥേൻ ആൽക്കഹോൾ കലർന്ന വ്യാജ മദ്യം കഴിച്ച് ഉണ്ടായ വലിയ ദുരന്തം ചിറയൻകീഴിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിൽ വലിയ ഒട്ടേറെ പേരുടെ ജീവനെടുത്ത 31 പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആ ദുരന്തം നടന്നത് ഇന്നേക്ക് കൃത്യം 22 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം തന്നെയാണ്. അതേ ദിവസമാണ് വളരെ യാദൃച്ഛികമായി നീണ്ട ജയിൽവാസത്തിന് ശേഷം മണിച്ചൻ ജയിൽ മോചിതനാകുന്നത് എന്നുള്ളതും കൂടി മറ്റൊരു ചരിത്രത്തിന്റെ യാഥാസ്ഥിതികമായിട്ട് കണക്കാക്കാൻ സാധിക്കും. എന്തായാലും സുപ്രീം കോടതി അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ ജയിൽ മോചിതനാക്കുന്നത്. ഇതോടുകൂടി ഈ കേസിലെ അവസാന പ്രതിയും ജയിൽ മോചിതനായിരിക്കുന്നു എന്നൊരു മറ്റൊരു പ്രത്യേകതയും ഉണ്ട്. കൃഷ്ണകുമാർ, കല്ലുവാതുക്കൽ മദ്യ ദുരന്ത കേസിലെ പ്രതി മണിച്ചനാണ് ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നത്. സുപ്രീം കോടതി ശിക്ഷ ഇളവ് നൽകിയതിനെ തുടർന്നാണ് ജയിൽ മോചനം സാധ്യമായത്. CG അരുൺ സിംഗ് ആണ് വിവരങ്ങൾ